കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വളർന്നിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഹോം ബേക്കിംഗ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, ലേഡീസ്, അവർ പഠിച്ച ഒരു സ്കില്ലിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ഹോം ബേക്കിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിനെ വളർത്തിക്കൊണ്ട് വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ കാണുന്ന ഹോം ബേക്കിംഗ് ബിസിനസ്സിൽ പലതും നെക്സ്റ്റ് ലെവലിലേക്ക് വളരുന്നില്ല, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ ഗ്രോ ചെയ്യിക്കുന്ന ഒരു മെക്കാനിസത്തിലേക്ക് വരുന്നില്ല. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചുറ്റുമുള്ള ചിലപ്പോൾ ബന്ധുക്കളാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിയാവുന്ന കസ്റ്റമേഴ്സ് ആകാം, ഇവരിലേക്ക് മാത്രം എത്തി ഒതുങ്ങിപ്പോകുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ വളരെ വലുതാണ് കേട്ടോ. പക്ഷേ ഇത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചില സ്ട്രാറ്റജികൾ ആവശ്യമാണ്. നമ്മളുടെ ബിസിനസ് അക്യൂമെൻ അല്ലെങ്കിൽ ബിസിനസ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിൽ സ്കില്ല് ഇംപ്രൂവ് ചെയ്താൽ പോലും നമുക്ക് സ്ട്രാറ്റജിക്കലി ചില അപ്രോച്ചുകൾ അത്യാവശ്യമാണ്. നിങ്ങളൊരു ഹോം ബേക്കർ ആണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും കാലം നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അത് ചിലപ്പോൾ അവരുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ ആകാം, ബർത്ത്ഡേ സെലിബ്രേഷൻ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇവന്റ് സെലിബ്രേറ്റ് ചെയ്യാണ്ടൊക്കെ ആകാം. ഈ സെലിബ്രേഷൻസിൻ്റെ ഒക്കെ ഡേറ്റാബേസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഡേറ്റാബേസ് പറഞ്ഞാൽ കസ്റ്റമറുടെ പേരും ഫോൺ നമ്പറും അല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം അവരുടെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് അവർ ആ കേക്ക് വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ആ കേക്ക് വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ, ആ ബർത്ത്ഡേയുടെ ഡേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ആനിവേഴ്സറിയുടെ ഡേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പം ഇത്തരത്തിൽ നിങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ ഡേറ്റാബേസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്ത് നോക്കിയേ, അവരുടെ ആ പർട്ടിക്കുലർ അല്ലെങ്കിൽ ആ സ്പെഷ്യൽ ഡേയുടെ മുൻപായിട്ട് ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത ഒരു കേക്കിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തുകൊണ്ട് അവരെ വിഷ് ചെയ്തുകൂടെ? ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, അവരെ റിട്ടേൺ ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം. മലപ്പുറം ജില്ലയിൽ എത്ര ആളുകളുണ്ടാവും? ഇത്രയും ആളുകളിൽ എത്ര ആളുകളുടെ ബർത്ത്ഡേസ് നടക്കുന്നുണ്ടാവും, ആനിവേഴ്സറീസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ആളുകളുടെ ഡേറ്റാബേസ്, ബർത്ത്ഡേസിൻ്റെയും ആനിവേഴ്സറീസിൻ്റെയും സ്പെഷ്യൽ ഒക്കേഷൻസിൻ്റെയും ഡേറ്റാബേസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുകയും ആ ഡേറ്റാബേസിലേക്ക് ഒരു ഡിസൈനർ കേക്കിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് അവരെ വിഷ് ചെയ്യുന്ന ഒരു അവസ്ഥ ഓർത്ത് നോക്കിയേ, ഉറപ്പായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും. കാരണം നമ്മളാണ് ഫസ്റ്റ് വിഷ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഒരു ഡിസൈനർ കേക്കിൻ്റെ ഫോട്ടോയും അയച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പം ഇത്തരത്തിൽ കസ്റ്റമറിനെ അക്വയർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യാനായിട്ടും നമുക്ക് ഈ ഡേറ്റാബേസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊരു ചെറിയ സ്ട്രാറ്റജി മാത്രമാണ് കേട്ടോ. ഇതുപോലെ ഒട്ടനവധി സ്ട്രാറ്റജികൾ നമ്മളുടെ ഹോം ബേക്കിംഗ് ബിസിനസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ഹോം ബേക്കർ ആണെങ്കിൽ ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമറുടെ സ്പെഷ്യൽ ഡേയ്സ്, അത് ബർത്ത്ഡേ ആകാം, ആനിവേഴ്സറി ആകാം, മറ്റേതെങ്കിലും ഒക്കേഷൻ ആകാം, ഈ പറയുന്ന ഡേറ്റാബേസ് കൃത്യമായിട്ട് കളക്ട് ചെയ്യാൻ ശ്രദ്ധിച്ചോളുക. അത്തരത്തിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രിഫറൻസ് ഉണ്ടാവും. അതുവഴി നിങ്ങളുടെ ബിസിനസ് ഉറപ്പായിട്ടും വളരുന്നുണ്ടാവും.